രൂപ ചെലവായിരുന്നു ആ സിനിമയ്ക്ക്? അതിന് ഒരുപാട് പൈസ പോയി മോനെ. 2 കോടി രൂപ ചെലവായോ? 2 കോടി കൂടുതലായി. അവ ആദ്യമായിട്ട് ചെയ്തവനായിരുന്നു. അത് അമ്മ അറിഞ്ഞില്ല? ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തു? ഞാൻ ഒന്നും അറിഞ്ഞില്ല മോനെ. ചെന്ന് ചാടിക്കൊടുത്തു. ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് പോയി മോനെ. എല്ലാം വിറ്റ് നശീകരണമായി പോയി. ഇനി സിനിമയിലൊക്കെ താല്പര്യമുണ്ടോ? ഇനിയും ഉണ്ട് മോനെ. ഇനി സിനിമ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. സിനിമ ജീവിതം തകർത്ത ഒരു അമ്മയുണ്ട് ഇവിടെ. നമുക്കിനി ആ അമ്മയുടെ വാക്കുകളൊന്ന് കേൾക്കാം. തുളസി എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മയ്ക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. എനിക്ക് വളരെ വളരെ സുഖമാണ്. ഈ ഇവിടെ വന്നതിന് ശേഷം വളരെ സുഖമാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് സുഖം തന്നെ. എനിക്ക് ഒരു കുഴപ്പവും ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ വന്നത് എന്റെ സ്വയം തീരുമാനമാണ്. എനിക്ക് ഉള്ളത് ആകെ 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. ആൺകുട്ടി 27ാമത്തെ വയസ്സിൽ കാർ ആക്സിഡന്റ് മരിച്ചുപോയി. അവന് 2 കുട്ടികളുണ്ട്. പിന്നെ ഉള്ള ഒരു മോളാണ്. മോളെ ഇവിടെ ചാലക്കുടിയിലാണ് കൊണ്ടുവന്നത്. എന്റെ മരുമോൻ ബൈജു മേലൂർ എന്ന് പറഞ്ഞ പയ്യനാണ്. ഐഡിയ സ്റ്റാർ സിംഗറിൽ വിന്നറായ ബൈജു മേലൂരാണ് എന്റെ മരുമോൻ. അവര് സുഖമായി ജീവിക്കുകയാണ്. അവന് ഇഷ്ടമല്ല എന്നെ ഇവിടെ വിടുന്നത്. എന്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം എനിക്ക് അനാഥാലയം നടത്തണമെന്നായിരുന്നു താല്പര്യം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു സുഖമായി ഇപ്പൊ കഴിയുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ജോലി ചെയ്തത് 16 വർഷം. കേരള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിനിമ വിളിച്ചു. സിനിമയുടെ പേര് പിന്നെ വിഴിയിൽ വിഴുന്ന കവിത, കണ്ണിൽ വിഴിഞ്ഞ പൂവ്. തമിഴ് പടം. അതിൽ ഒരുപാട് പൈസ എനിക്ക് പോയി. ഈ സിനിമയിൽ ആരെ അമ്മ കൊണ്ട് ചാടിച്ച് ഇത്രയും പൈസ കളഞ്ഞേ? അത് മോളെ കല്യാണം കഴിച്ച ഇടയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടില്. അപ്പൊ എനിക്ക് പിന്നെ കോളേജിൽ കൊണ്ടുവരെയും പോവുകയും ചെയ്ത പയ്യൻ ഡ്രൈവറെ പറഞ്ഞു അവിടെ ഒരു വെറുതെ ഇരിക്കുന്നതിന് മാഡം ഒരു ഷൂട്ടിങ് കിടക്കുന്ന അത് അവിടെ കാണാൻ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ പോയി ആണ് അതിലോട്ട് ചാടിയത്. പിന്നെ കുറച്ച് പൈസ കയ്യിൽ തീർന്നു. പിന്നെ ബാങ്കിൽ നിന്ന് എടുത്ത് എല്ലാം തീർന്നു. പടം ഇറങ്ങിയിട്ട് ഓടിയില്ല. അത് ന്യൂ ഫേസസ് ആയിരുന്നല്ലേ. മോളായിരുന്നു ഒരു നായിക കേട്ടോ. കാരണം കോളേജും വില്ലേജ് സ്റ്റോറി ആയിരുന്നു. സംവിധായകന് അവന്റെ അയാളുടെ പേര് ഒരു തമിഴനായിരുന്നു. അതിനെ പറ്റിക്കായിരുന്നു. പക്ഷെ ഞാൻ പറ്റിപ്പിൽ വീണില്ല. ഞാൻ പിന്നെയും പടം കൊടുത്തു. പിന്നെ എടുത്തു ഒരു കൊച്ചു ഗ്രാമം ഒന്നും വേണ്ട ഒരു പടം എടുത്തു. അതിൽ 40 ലക്ഷം രൂപ കിട്ടി. അതിൽ എന്നിട്ട് വേറൊരു പടം എടുത്ത് ആയങ്കാളി എന്നും പറഞ്ഞിട്ട് പടം. അതിലും ഒന്നും കിട്ടിയില്ല. അത് പോട്ടെ. അത് 2 പോയി. അതിനുശേഷം ഞാനും പിന്നെ പടത്തിലോട്ട് തന്നെ അത് വല്ലാത്തൊരു ഇതായിപ്പോയി. പിന്നെ ജോലി സിനിമ നല്ല മോഹമായിരുന്നു. അതിനുശേഷം എനിക്ക് ചെറിയ മേലൊക്കെ വയ്യാതായി. നമ്മൾ ഈ ആദ്യ സിനിമയിലേക്ക് അമ്മ വന്നില്ലയോ? അപ്പൊ ഈ പറയുന്ന ഒരു തമിഴ്നാട് സംവിധായകൻ, മോള് അതിലൊരു നായികയായിരുന്നു. അതെ. അപ്പം ആ സിനിമ എടുക്കുമ്പോ ശരിക്കും ഒരു വലിയ വിജയകരമാവും എന്നുള്ള നല്ല പ്രതീക്ഷയായിരുന്നു. നല്ല പ്രതീക്ഷ. അങ്ങനെ ആരാ അമ്മയെ പറഞ്ഞ് ഇതുകൊണ്ട് ചാടിച്ചു തരാ? അത് പിന്നെ ഈ ഡയറക്ടറായിരുന്നു. ഈ ഡയറക്ടർ അമ്മക്ക് നേരത്തെ അറിയാവുന്ന ആളായിരുന്നു? അല്ല, അമ്മ ഈ സിനിമ എടുത്തപ്പോൾ തന്നെ ഡയറക്ടർ അറിയാവുന്ന, അല്ലാതെ കേട്ടിട്ടൊന്നുമില്ല. ഒന്നും കേട്ടിട്ടില്ല. അന്വേഷിച്ചൊക്കെ എത്ര രൂപ ചെലവായിരുന്നു ആ സിനിമയ്ക്ക്? അതിന് ഒരുപാട് പൈസ പോയി മോനെ. 2 കോടി രൂപ ചെലവായോ? 2 കോടി കൂടുതലായി. ദൈവമേ, അത്രയും പൈസ ആ പടത്തിൽ. അത് ഒരു കോളേജും വില്ലേജ് സ്റ്റോറി ആയിരുന്നു. അത്രയും പൈസ ചെലവായിട്ട് അത്രയും കിട്ടിയോ നമുക്ക്?
ലാഭം എന്തെങ്കിലും ലാഭം ഒന്നും കിട്ടിയില്ല. അത് കേട്ട് പേര് കിട്ടി എനിക്ക്. സിനിമ പ്രൊഡ്യൂസർ എന്ന ഒരു പേര് കിട്ടി. സിനിമ പ്രൊഡ്യൂസർ തുളസി എന്നൊരു പേര് മാത്രമാണ് കിട്ടിയത്. അപ്പം അല്ലാതെ ലാഭം ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സിനിമ പിടിച്ചപ്പോഴാണോ ലാഭം ഉണ്ടായത്? അതില് കുറച്ച് പൈസ കിട്ടിയ. ആദ്യത്തെ സിനിമയിലുള്ള എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ മറക്കാനാവാത്ത സിനിമ എടുത്തു എന്നുള്ളത് തന്നെ. അത്രേ ഉള്ളൂ. ശരിക്കും ഈ സംവിധായകൻ അവന് നല്ല സംവിധായകനായിരുന്നു. അല്ല, പിന്നെ അവ ആദ്യമായിട്ട് ചെയ്തവനായിരുന്നു. അത് അമ്മ അറിഞ്ഞില്ല. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നും അറിഞ്ഞില്ല മോനെ. ചെന്ന് ചാടിക്കൊടുത്തു. അല്ല, എന്നാലും അങ്ങനെ അത്രയും പൈസ അതിൽ കൊണ്ട് ചെയ്തപ്പോ ഒരു പ്രാവശ്യമെങ്കിലും ആളിനെ കുറിച്ച് തിരക്കണ്ടായിരുന്നോ? ഒന്നും തിരക്കില്ല. അത് അങ്ങനെയല്ല, പൈസ ആയോ ആള് പിന്നെയും സിനിമ എടുക്കണോന്നുള്ള അതല്ലോട്ടം നീങ്ങിപ്പോയി. ആ ഒരൊറ്റ ചിന്തയായി പോയി. ശരിക്കും സിനിമ എടുത്താണോ അമ്മ ഇത്രയും ഒരു വല്ലാത്തൊരു അവസ്ഥ? ശരിക്കും പാപ്പരായി പോയത്. ശരി. സിനിമ മക്കളൊക്കെ അമ്മ നോക്കുവോ? ഈ മോള് നോക്കും. മോളും മരുമോളും നോക്കും. കാര്യമായിട്ട് നോക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സിനിമ എടുക്കാതിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ സുഖലോലുപയായി നമുക്ക് ഈ പറയുന്ന അമ്മയുടെ ആഗ്രഹം പോലെ അനാഥാലയൊക്കെ ഉണ്ടാക്കി കഴിയായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഇനി സിനിമ എടുക്കാൻ താല്പര്യമുണ്ടോ? ഇനിയും ഉണ്ട് മോനെ. ഇനി സിനിമ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എത്ര വയസ്സായി? എനിക്ക് 65 വയസ്സായി. എന്താ ഈ 65ാമത്തെ വയസ്സിലും ഈ അമ്മയ്ക്ക് അത്രയും പൈസ നഷ്ടമായി. ആദ്യ സിനിമ എടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ നഷ്ടമായി. അതിനുശേഷവും ഒരു പടം എടുത്തപ്പോഴാണ് ഒരു അല്പം ലാഭം ഉണ്ടായത്. അതിനുശേഷം അയ്യങ്കാളി എന്ന പേരിൽ ഒരു സിനിമ എടുത്തു. അത് 8 നിലയിൽ പൊട്ടി. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ഈ അമ്മയ്ക്ക് ഇനിയും സിനിമ എടുക്കണമെന്നാ. അതിന് കാശൊക്കെ ഉണ്ടോ കയ്യില്? കാശില്ല, ബുദ്ധി ഉപയോഗിക്കും. പിന്നെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറിയാണ്. അത് ശരി. ഇവിടെ ടാഗ് ടാഗൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറിയാണ്. അത് ജോലി നോക്കിണ്ടിരുന്നപ്പോഴാണ് കറങ്ങി വീണ് ഈ വശം തളർന്നു പോയത്. ഓ, അത് ശരി. പിന്നെ മാത്രമല്ല മോനെ, ഞാനിപ്പോ അണ്ണാടിയങ്കടെ സ്റ്റേറ്റ് വനിതാ സെക്രട്ടറിയാണ്. അതിനായിട്ടുള്ള ഇലക്ഷന് വേണ്ടി ഫ്ലാഗ് ഒക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കാണ് അമ്മ മരിച്ചത്. അതോടുകൂടി അത് തീർന്നു. അങ്ങനെ ശരിക്കും ഈ തമിഴ്നാട്ടിലായിരുന്നു അന്നേരം? തമിഴ്നാട് മദ്രാസിലായിരുന്നു. താമസമില്ല. മക്കളെല്ലാം അവിടെ ആയിരുന്നല്ലേ? മക്കളൊന്നും വന്നില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഏതിനും എന്തിനും ഒറ്റയ്ക്കാണ്. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒന്നും അറിഞ്ഞൂടാത്തൊരു സ്ത്രീ ആയിരുന്നു. ഞാൻ ഒരു കാര്യവും പഠിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം ഞാൻ അങ്ങ് രംഗത്തിറങ്ങി. ഞാൻ എന്തിനും ഏതിനും കഴിവോടുകൂടി നിന്നു. അതെ. ഭർത്താവ് ട്രെയിനൊക്കെ ഷിപ്പിംഗ് കമ്പനിയിലെ മോട്ടോർമാനായിരുന്നു. പുള്ളി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ചീട്ട് കളിച്ചിട്ടിരുന്നപ്പം തലയിൽ കൂടെ ലീവ് വീണ് മരിച്ചു. മോളെ 3.5 വയസ്സിൽ അങ്ങ് നഷ്ടപ്പെട്ടു. ഒറ്റയായ പോരാട്ടമായിരുന്നു. പിന്നെ വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒറ്റയായ പോരാട്ടമായിട്ട് ഞാൻ ഇന്നുവരെ ഭയറ്റി ജീവിച്ചു. ഇനി എന്നെ വലിയ ആഗ്രഹം. മാത്രമല്ല, മരുമോൻ പിന്നെ ആർട്ടിസ്റ്റാണ്. ഇപ്പൊ സ്കൂൾ ടീച്ചറാണ്. മോഡേൺ ടീച്ചറാണ്. അപ്പൊ അതിലൂടെ അവന്റെ 3-4 കഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സിനിമ എടുക്കണമെന്നാണ് എന്റെ താല്പര്യം. അവന് ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവനാണ്. ബൈജു മേലൂർ എന്നാണ് പേര്. നല്ല സ്വഭാവം, നല്ലവനാണ്. ഈ രണ്ടാമത് സിനിമ എടുത്തില്ലേ? രണ്ടാമതൊരു സിനിമ ലാഭകരമായിരുന്നു പറഞ്ഞില്ലയോ? അത് അവൻ തന്നെയായിരുന്നു. മരുമൻ തന്നെയായിരുന്നു. അല്ല, പേര് ഞാൻ മറന്നു. അവനെ ഈ പറയുന്ന ഈ തമിഴ് സിനിമ അവന് ഡയറക്ട് ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ അമ്മ അറിഞ്ഞപ്പോഴേ പിന്നെ രണ്ടാമത്തെ പടം എന്തിനാ അവനെ കൊണ്ട് എന്താണെന്ന് പറഞ്ഞു എന്റെ മനസ്സ് വീണ്ടും പോയി. ഞാനാണെങ്കിൽ ശിവഗിരിയുടെ സ്ഥാപകൻ എന്റെ അപ്പൂപ്പന്റെ സ്വത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വത്തെല്ലാം ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. അതെല്ലാം വിറ്റ് പോയി മോനെ. എല്ലാം വിറ്റ് നശീകരണമായി പോയി. ശരിക്കും സിനിമയാണോ അമ്മ? സിനിമയാണ്. സമ്പത്തും സ്വത്തും എല്ലാം. ഇനി സിനിമ എടുക്കണം, ഇനി ലാഭം ഉണ്ടാക്കണം, ഒറ്റ തീരുമാനമാണ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനത്തിരിക്കുന്നത്? കാരണം പോയ പൈസ തിരിച്ചു പിടിക്കണം എന്നുള്ളത്.
ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് അത് പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ ഗാന്ധി ഭവനിലേക്ക് എത്ര എന്നൊരു ചിന്ത അമ്മയ്ക്ക് ഇപ്പഴാ തോന്നിയേ? ഗാന്ധി ഭവൻ ഈ 6 മാസമായി തുടങ്ങിയിട്ട്. ഞാൻ മോളെടുത്ത് പറഞ്ഞ് എന്നെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കണം. അപ്പൊ അവള് പറഞ്ഞു ഇല്ല കൊണ്ടാക്കൂല എന്ന് പറഞ്ഞു. അമ്മയെ നമുക്ക് വേണം. ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് പോണെന്ന് പറഞ്ഞു. അങ്ങനെ അവള് ഇവിടുത്തെ ഇത് അഡ്രസ്സിൽ റിക്വസ്റ്റ് കണ്ട് അത് അയക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ പോകണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എന്റെ നിർബന്ധത്തല്ലാണ് ഇവിടെ വന്നത്. അത് ശരി. മോക്കും മരുമനും ഒട്ടും താല്പര്യമില്ലായിരുന്നു? ഒന്നും താല്പര്യമില്ല. എന്നും വിളിക്കും, എപ്പോഴും വിളിക്കും. വലിയ സന്തോഷമല്ലേ? വലിയ സന്തോഷം. അവനടുത്തേക്ക് പോകണം നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല, എനിക്ക് ഇവിടുന്ന് ഇനി പോണെന്ന് ആഗ്രഹമില്ല. എല്ലാവരുമായിട്ട് കണ്ട് ഭയങ്കര കൂട്ടായോ? എല്ലാവർക്കും കൂട്ടായി. മറ്റേ ഇവിടുത്തെ സഹകരണം എല്ലാം നല്ല താല്പര്യം, എല്ലാത്തിനും നല്ല താല്പര്യമാണ്.